രാവിലെ ഉറക്കത്തിന്ന് എന്നിട്ട് റൂമിന്റെ പുറത്തേക്ക് നോക്കിയപ്പോ കണ്ട കാഴ്ചയാണിത്. ഈ ഒരു വ്യൂവും കണ്ട് ഇങ്ങനെ ചായം കുടിച്ചിരിക്കേണ്ടല്ലോ, എന്ത് രസമെന്നറിയോ. ഞാനും എന്റെ മലപ്പുറം ഗാങ്ങൊക്കെ ആയിട്ട് സാക്കിയുടെ വീട്ടിൽ സ്റ്റേ അടിക്കാൻ വന്നിരിക്കുന്നു. രാവിലത്തെ ഫുഡ് അടി പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ റെഡി ആയിട്ട് ഇറങ്ങി. ഞങ്ങ ബൈക്കിലും ഇവന്മാര് കാറിലും. കോട്ടയം ഈരാറ്റുപേട്ടയിലാട്ടാ നമ്മുടെ ചെക്കന്റെ വീട്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഇല്ലിക്കക്കല്ല്. ആദ്യം തന്നെ ഞങ്ങൾ ഇല്ലിക്കല്ലിന്റെ ബാക്ക് സൈഡിലേക്കാ പോയെ. ഇത് കണ്ട ഓൺലി റിസ്കി ഷോട്ട്സ്, അതാണ് മെയിൻ. നല്ലൊരു മൂടി ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. വെള്ളിയാഴ്ച ആയതുകൊണ്ടും ഇവന്മാർക്ക് പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ടും അധികം അങ്ങോട്ട് മുകളിലോട്ട് കയറില്ല. പകുതി വരെ കയറി അങ്ങോട്ട് ഇറങ്ങി. തിരിച്ച് വീട്ടിലേക്ക് പോയി അവന്മാര് പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലം കാണാനായിട്ട് ഇറങ്ങി. എനിക്ക് കിട്ടിയ ഹെൽമെറ്റ് ഒന്ന് നോക്കി, എന്താ ഒരിളക്കം. അടുത്തതായിട്ട് ഞങ്ങൾ പോണത് കടവപ്പുഴ വെള്ളച്ചാട്ടത്തിലേക്ക്. ഇത്രയും നല്ലൊരു സ്പോട്ടിൽ വന്നിട്ട് കുളിക്കാണ്ട് പോണ എങ്ങനെയാ, ഇറങ്ങി കുറച്ചേരം നീന്തി കളിച്ചു. അവിടെ നിന്ന് ഇറങ്ങി വഴിയിൽ വെച്ച് പെട്ട ഒരു ബസ്സിനെ കുന്തി തള്ളി കയറ്റി കൊടുത്തിട്ട് ഞങ്ങൾ ഇലവേഴപ്പൂഞ്ചിലൊക്കെ പോയി. നല്ലൊരു മഴ വന്നു പോയതിനു ശേഷമുള്ള ഒരു സെറ്റ് ക്ലൈമറ്റ് ആയിരുന്നു അവിടെ. ലൈറ്റ് ഒക്കെ പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ഈ ബൈക്കിന്റെ ഒരു മൈലേജ് എത്ര ദൂരം പോയിന്നറിയോ, എന്നിട്ടും പെട്രോൾ ഒരു പൊടിക്കേ കുറഞ്ഞിട്ടുള്ളൂ. കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് സാക്കിയുടെ വീട്ടിലെത്തി കുറച്ചേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കേണ്ടിട്ട് പുറത്തേക്ക്. കോട്ടയത്ത് എന്നിട്ട് കപ്പ ബിരിയാണി കഴിക്കാണ്ട് പോണത് എങ്ങനെയാ, അങ്ങനെ അതും വാങ്ങിച്ചു കഴിച്ചതിന് ശേഷം ഒരു ചായക്കടയിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് കുറെ കഴിഞ്ഞ് ഉറക്കം വന്നപ്പോ തിരിച്ച് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാനുള്ള പരിപാടി നോക്കി. അപ്പൊ ശരിയാ, ബൈ.